മേഖലയിലും ഇന്ത്യ മുന്നോട്ട് കുതിക്കുമെന്ന വാഗ്ദാനം നൽകി NDA സർക്കാർ അധികാരത്തിലേറിയിട്ട് 10 വർഷം കഴിയുന്നു. BJP നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടോ? അവയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ മോദി കി ഗ്യാരണ്ടിയെ കുറിച്ച് ഒരു പരിശോധന നടത്താം. ആദ്യം തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ, ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ 100 മില്യൺ ആക്കും. UPA സർക്കാരിന്റെ കാലത്ത് തൊഴിൽ രംഗത്ത് വളർച്ച കൈവരിക്കാൻ കഴിയാത്തതിന്റെ കുറവ് NDA സർക്കാർ മാറ്റും. പുതിയ സംരംഭകർക്ക് മുന്നോട്ട് വരാൻ അവസരങ്ങൾ ഒരുക്കും. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അതിലൂടെ വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. ഇതൊക്കെയായിരുന്നു BJPയുടെ വാഗ്ദാനങ്ങൾ. എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷമായി 400 ദശലക്ഷത്തിലധികം ജനങ്ങളും തൊഴിൽരഹിതരാണ്. ഓരോ വർഷം കഴിയുന്തോറും തൊഴിലില്ലായ്മയുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 8.1%. ഉൽപാദനം കുറയുന്നു എന്നത് മറ്റൊരു വസ്തുതയും. 2016-19 കാലയളവിൽ GDP 13% കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നിർമ്മാണ തൊഴിലാളികളുടെയും കർഷകരുടെയും വേതനം 10.5% നിന്നും 12% മാത്രമാണ് വർദ്ധിച്ചത്. എന്നാൽ ഈ കാലയളവിൽ ധാന്യങ്ങളുടെ വില 22% വർദ്ധിച്ചു. 2023 ഇന്ത്യയിലെ തൊഴിൽ മേഖലയിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ചെറിയ സ്ഥാപനങ്ങളിൽ പോലും SC/ST വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം കുറവാണ്. രാജ്യത്തെ തൊഴിലവസരങ്ങളിൽ കഴിഞ്ഞ വർഷം ഗണ്യമായ കുറവാണുണ്ടായത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിലുള്ള മൊത്തം ജോലിയൊഴിവുകളിൽ 2014 80,650 ആയിരുന്നത് 2023 36,348 കുറഞ്ഞു. ഇനി കാർഷിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുമുണ്ട് മോദിയുടെ തിളക്കമാർന്ന വാഗ്ദാനങ്ങൾ. 2022 രാജ്യത്തെ കർഷകരുടെ വേതനം ഇരട്ടിയാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരുടെ പ്രതിമാസ വരുമാനം 8,058 നിന്നും 22,610 ഉയർത്തുമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം. ഈ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ അവകാശങ്ങൾ കർഷകർക്ക് തെരുവോരങ്ങളിൽ മരിച്ചു വീഴേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. കർഷകരുടെ സാഹചര്യം വിലയിരുത്തുന്നതിനായി നടത്തിയ സർവേയിൽ 2018 മുതൽ 19 വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം 10,218 രൂപയാണെന്നാണ് കണ്ടെത്തിയത്. വാഗ്ദാനം നൽകിയ 22,610 രൂപയുടെ പകുതി പോലും ഇതാകുന്നില്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 2014 മുതൽ 2022 വരെ 1,474 കർഷക ആത്മഹത്യകളാണ് നടന്നത്. അതായത് ഒരു ദിവസം നടന്നത് 30 ആത്മഹത്യകൾ. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കർഷക ആത്മഹത്യകളുടെ എണ്ണം 10,281 നിന്നും 11,290 ഉയർന്നു. കാർഷിക മേഖലയ്ക്കും കർഷകരുടെ ക്ഷേമത്തിനും ബജറ്റിൽ അനുവദിക്കുന്ന തുകയും കുറഞ്ഞു. കാർഷിക മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾക്കെതിരെ കർഷകർ നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സമരം BJPയുടെ കപടമുഖം തുറന്നുകാട്ടുന്നതല്ലേ? ഇനി നികുതിയുടെ കാര്യം നോക്കാം. അമിത നികുതിയിൽ നിന്നും മധ്യവർഗത്തെ ഒഴിവാക്കും, ബ്ലാക്ക് ഇക്കോണമിയെ നിയന്ത്രിക്കും. എന്തെല്ലാം നികുതി ആനുകൂല്യങ്ങളാണ് മോദി സർക്കാർ നൽകിയത്? 2013 ഒക്ടോബറിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ നികുതി വിഹിതത്തിന്റെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് 14ാം ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും നടപ്പിലാക്കിയോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യക്ഷ നികുതി കുറയ്ക്കുകയും പരോക്ഷ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കി. GST സർക്കാരിന്റെ വരുമാനം കുറയ്ക്കുകയാണ് ഉണ്ടായത്. കണക്കാക്കിയിരുന്നത് പോലെ നികുതി പിരിവ് നടന്നില്ല. സാധനങ്ങളുടെ വില കുറയുന്നതിന് പകരം വർദ്ധിക്കുകയും ചെയ്തു. കൂടാതെ നികുതി വെട്ടിപ്പ് തുടരുകയും ചെയ്തു. നികുതി ഇളവ് നൽകുമെന്ന് പറഞ്ഞ വിഭാഗത്തിന് ഇരട്ടി ഭാരം നൽകുന്ന തീരുമാനങ്ങളാണ് മോദി സർക്കാർ കൈക്കൊണ്ടത്. 2014-15 കാലയളവിൽ കോർപ്പറേറ്റ് മുതലാളിമാർ നൽകിയിരുന്ന നികുതി 34.5% ആയിരുന്നെങ്കിൽ 2024-25 അത് 27.2% കുറഞ്ഞുവെന്ന് സമീപകാല കണക്കുകൾ കാണിക്കുന്നു. 2014 മുൻപ് കേന്ദ്രത്തിന്റെ നികുതി വിഭജനത്തെക്കുറിച്ച് വാചാലനാവുകയും സംസ്ഥാനത്തിന് ധനസഹായം നിഷേധിച്ച UPA സർക്കാരിനെ നിരന്തരമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്ന മോദി ഇന്ന് തന്റെ ഭരണത്തിനു കീഴിൽ സംസ്ഥാന വിഹിതം കുറയുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 2020 മുതൽ 2024 വരെ ഇന്ധനത്തിന് ജനങ്ങൾ നൽകേണ്ടി വന്ന ശരാശരി വാർഷിക നികുതി 4 ലക്ഷമാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലെ BJPയുടെ മറ്റൊരു തന്ത്രമായിരുന്നു കടമെടുപ്പ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പാപ്പരത്തം പരിഹരിക്കുന്നതിനും കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനും സഹായകമാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു
ആയിരുന്നു 2016 BJP സർക്കാർ ഇത് പാസാക്കുന്നത്. NBA പോലുള്ള അനുചിതമായ വായ്പാ പദ്ധതികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് കടന്നുകളഞ്ഞവരെയും വായ്പ തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് പോയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. എന്നാൽ ഇതാണോ സംഭവിച്ചത്? കൃത്യമായ അന്വേഷണങ്ങളില്ലാതെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വായ്പ നൽകിയത് പൊതുമേഖലാ ബാങ്കുകളിൽ നിഷ്ക്രിയ ആസ്തികളുടെ വർധനവിന് കാരണമായി. 2014-15 പൊതുമേഖലാ ബാങ്കുകളുടെ മുഴുവൻ നിഷ്ക്രിയ ആസ്തി 1.6 മടങ്ങ് വർദ്ധിച്ചതായാണ് RBIയുടെ കണക്കുകൾ കാണിക്കുന്നത്. അതായത് മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിലെ നിഷ്ക്രിയ ആസ്തി 54 കോടി രൂപയാണ്. 2018 മുതൽ വിജയ് മല്യയും നീരവ് മോദിയും ഉൾപ്പെടെ 10 പേരെയാണ് സാമ്പത്തിക കുറ്റവാളികളായി പ്രഖ്യാപിച്ചത്. ഏകദേശം 40,000 കോടിയാണ് കേസുകളിലെ പ്രതികൾ കബളിപ്പിച്ചത്. ഒരു കർഷകന് വായ്പ നൽകുന്നതിനായി കർശനമായ പശ്ചാത്തല പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നു. അതേസമയം കോർപ്പറേറ്റുകൾക്ക് വായ്പാ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുന്നു. കർഷകരെക്കാൾ കുറഞ്ഞ വായ്പാ നിരക്കാണ് കോർപ്പറേറ്റുകൾക്കുള്ളത്. കാർഷിക വായ്പയ്ക്ക് കർഷകർ നൽകേണ്ട പലിശ നിരക്ക് 8% മുതൽ 14%. കോർപ്പറേറ്റുകൾക്ക് നൽകേണ്ടി വരുന്നതോ 7.5% മുതൽ 8.5% വരെയും. പൊതുസ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തിയുള്ള ധനസമാഹരണം അഥവാ മോണിറ്റൈസേഷൻ അതായിരുന്നു BJPയുടെ മറ്റൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. മോണിറ്റൈസേഷൻ വഴി ലഭിക്കുന്ന വരുമാനം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്നും വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത പൊതുസ്വത്തുക്കളാകും മോണിറ്റൈസ് ചെയ്യുകയെന്നും BJP സർക്കാർ പറഞ്ഞിരുന്നു. ശരിക്കും മോണിറ്റൈസേഷൻ രാജ്യത്തിന് ഉപകാരപ്രദമായിരുന്നു. പൊതുസ്വത്തുക്കൾ സ്വകാര്യവൽക്കരിച്ചാൽ അവ ഉപയോഗിക്കാനായി പൊതുജനം നൽകുന്ന പണത്തിനും വർധനമുണ്ടാകും. ഇത്തരം ധനസമ്പാദന സ്കീമുകൾ മൂല്യത്തകർച്ചയ്ക്ക് കാരണമാകുന്നു. റെയിൽവേയും റോഡുകളുമാണ് മോണിറ്റൈസേഷൻ ചെയ്യാനൊരുങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ സംവരണം നടക്കാതെ വരുന്നു. രാജ്യത്ത് ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല. വിലക്കയറ്റം ഉറപ്പായും നിയന്ത്രിക്കും. മോദിയുടെ ഈ വാഗ്ദാനം ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ വഴിയില്ല. എന്നാൽ ഇതിന് നേർവിപരീതമായ കാര്യമാണ് നടന്നതെന്ന് മാത്രം. ഡൽഹിയിൽ സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് സിലിണ്ടറുകളുടെ വില 905 രൂപയിൽ നിന്നും 1103 രൂപയായി വർദ്ധിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെയും കർഷകരുടെയും വേതനം 10% നിന്നും 12% വർദ്ധിച്ചപ്പോൾ ധാന്യങ്ങളുടെ വില 22% വർദ്ധിച്ചു. ഇന്ധനവില 16%, പാലുൽപ്പന്നങ്ങളുടെ വില 14% വർദ്ധിച്ചു. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ പ്രധാന ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളാണെന്ന് ഒരു ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഏതു ന്യൂനപക്ഷങ്ങൾക്കാണ് BJP സർക്കാരിന്റെ കാലത്ത് ഗുണമുണ്ടായത്? നീതിക്ക് പകരം മുസ്ലിങ്ങൾക്ക് ലഭിച്ചത് ബുൾഡോസർ അനീതിയാണ്. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വീടുകൾ, വ്യാപാര സ്ഥലങ്ങൾ എന്നിവയെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി. പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ 97% സംഭവിച്ചത് BJP അധികാരത്തിലെത്തിയതിനു ശേഷമാണെന്ന് ഇന്ത്യ സ്പെൻഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ BJP സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരാശയമായിരുന്നു അത്. ഇതിന്റെ വിരോധാഭാസം എന്തെന്നാൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2021 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരായി നടന്ന 4,5761 കേസുകളിൽ 32,033 കേസുകളും റേപ്പ് കേസുകളാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച താഴേക്ക് കൂപ്പുകുത്തുന്നതായാണ് മോദി ഭരണകാലത്തെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് മാത്രമായി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയും കോർപ്പറേറ്റുകളുടെ ലാഭത്തിനായി ഇന്ത്യയെ ബലി കൊടുക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന് കീഴിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം.